അസ്സലാമലൈക്കും. അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക വെച്ചിട്ട് എല്ലാവരും എന്താ ചെയ്യാറ്, വെണ്ടയ്ക്കയുടെ മോര് കറി ഉണ്ടാക്കാറുണ്ടാവും, പിന്നെ നമ്മൾ തേങ്ങ അരച്ച കറി ഉണ്ടാക്കാറുണ്ടാവും, വെണ്ട മുളകിട്ടിട്ട് വെക്കാറുണ്ടാവും. എന്നാൽ ഇതുവരെ നമ്മൾ വെണ്ട തേങ്ങ വറുത്തരച്ചിട്ടുള്ള ആ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതി വരില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, ദോശ, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള വെണ്ടക്കറി. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വെണ്ട നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണേ. വെണ്ട നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്ത കട്ടിയുള്ള വെണ്ട എടുക്കരുത്. അധികം മൂപ്പെത്താത്ത, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഞെങ്ങുന്ന ആ ഒരു പരിവം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള വെണ്ട എടുക്കണേ. എന്നാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് എനിക്കിപ്പം കിട്ടിയത് നല്ല ചെറിയ ചെറിയ സൈസിലുള്ള വെണ്ടയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു രണ്ട് സൈഡ് ഒന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നല്ല നീളമുള്ള വെണ്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് കറിയിൽ കഷ്ണങ്ങൾ ഉണ്ടാവാൻ. പിന്നെ നമ്മൾ വെണ്ട കട്ട് ചെയ്യുന്ന സമയത്ത് കഴുകിയിട്ട് നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെണ്ടയ്ക്ക് ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കത്തിയുമ്മലൊന്നും ആവാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതാ വെണ്ട നല്ലോണം ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ സവാള ഉണ്ടല്ലോ, അത് ഒന്ന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും, ഒരു എരിവിനായിട്ടൊരു 3-4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും, കറിവേപ്പിലയും, ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ കറി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു തേങ്ങ ഒന്നങ്ങ് വറുത്തെടുക്കണം. നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കുന്നത് പോലെ ഒരുപാടങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പച്ചത്തേങ്ങ മിക്സിയിലിട്ട് അരക്കുന്നതിന് പകരം ഒന്നങ്ങ് വെളിച്ചെണ്ണയിൽ ചൂടാക്കിയെടുക്കുന്നത്, അത്രമാത്രം കേട്ടോ. ഇനി തേങ്ങ ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷം ഒരിത്തിരി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പെരുംജീരകം ഉണ്ടല്ലോ, അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് ചൂടാക്കിയെടുക്കാം. ഒരുപാട് കളർ മാറാനൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും വെക്കരുത്. ഒന്നങ്ങ് ചൂടായതിന് ശേഷം ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്നങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്നങ്ങ് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ചൂടാറാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്നങ്ങ് വാട്ടിയെടുക്കാം. അതിനായിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിൽ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ആദ്യം ഒന്നങ്ങ് ഇട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പുണ്ടല്ലോ, അധികം പേർക്കും വെണ്ട ഇഷ്ടമില്ലാതിരിക്കാൻ കാരണം പ്രധാനമായിട്ടും ആ ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ വേണമെങ്കിലും വെണ്ട കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഒന്നങ്ങ് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടതിന് ശേഷം പിന്നീട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴുവഴുപ്പില്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വെണ്ടയ്ക്ക കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ ആദ്യം ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പുറം ഭാഗം ഒന്നങ്ങ് കളറ് ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം. ഇനിയിപ്പം ബാക്കി വന്ന ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒരു ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാളയും തക്കാളിയൊക്കെ വാട്ടിയെടുക്കണമല്ലോ, അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. കടുക് നമുക്ക് ലാസ്റ്റ് കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മുകളിലായിട്ട് താളിച്ച് ഒഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാമേ. ഞാനിപ്പോൾ ഒറ്റ ചട്ടിയിൽ തന്നെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആ ഒരു ഇഞ്ചി ചതച്ചതും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിൽ നമുക്ക് പൊടികളായിട്ട് കുറച്ച് കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ആ ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും, ഇത്രയും പൊടികളും ചേർത്തിട്ട് ഇത് നല്ലോണം ആ ഒരു പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോകേണ്ട അത്രയും സമയമൊന്നും വഴറ്റിയെടുക്കേണ്ടതില്ല. നമ്മൾ ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുളിവെള്ളത്തിൽ കിടന്നിട്ട് തക്കാളി ഒന്നങ്ങ് വെന്ത് വന്നാൽ മതിയേ. പിന്നെ പുളിവെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ മാത്രം പുളിയെടുത്ത് പിഴിഞ്ഞാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് പുളിപ്പായി പോകും. ഓൾറെഡി നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്, പിന്നെ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണല്ലോ, അപ്പോൾ അത്രയ്ക്ക് പുളിപ്പ് മാത്രം മതിയാകും. ഇനിയിപ്പോൾ ഇത് ആ ഒരു വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ടക്കായ ഇട്ട് കൊടുക്കുക. ഇത് ഓൾറെഡി വഴറ്റിയതായതുകൊണ്ടും പിന്നെ വെണ്ടക്കായ പെട്ടെന്ന് വേവുന്നൊരു വെജിറ്റബിൾ ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു പുളിവെള്ളത്തിൽ ഒന്നങ്ങ് തിളച്ച് വന്നാൽ മതിയേ. ആ ഒരു പുളിയും എരിവും കാര്യങ്ങളൊക്കെ നല്ലോണം വെണ്ടക്കായൽ പിടിച്ച് കിട്ടുന്ന തരത്തിൽ ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങ ഒഴിക്കുന്ന സമയത്ത് തേങ്ങ വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നല്ല കട്ടിക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സി ജാറിൽ ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നല്ല കട്ടിയിലാണല്ലോ ഉള്ളത്, അപ്പോൾ ഇത്രയും തിക്നെസ്സിലല്ല നമുക്ക് ഈ ഒരു കറി വേണ്ടത്. അപ്പോൾ ഒരിത്തിരി വെള്ളം മിക്സിയുടെ ജാറിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. പിന്നെ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ആ ഒരു തേങ്ങ ഇട്ടിട്ട് തിളപ്പിക്കരുത്. ഒന്നങ്ങ് തിള വരുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ആ ഒരു മൺചട്ടി ആയതുകൊണ്ട് ആ ഒരു ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കിടന്നിട്ട് തേങ്ങ നല്ലോണം കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഫസ്റ്റ് ടൈമിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ആ ഒരു സമയത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് സെർവ് ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചൂടോടുകൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തി ദോശ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക്. അപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും. പിന്നെ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുക. പിന്നെ മൺചട്ടിയിലായതുകൊണ്ടും കുറച്ച് സമയം വെക്കുന്ന സമയത്ത് തേങ്ങ അരച്ച കറിയാണല്ലോ, ചെറുതായിട്ട് ഒന്നങ്ങ് കുറുകി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പം ഇതുവരെ വെണ്ടക്കായ ഈ ഒരു രീതിയിൽ കറി വെച്ചിട്ട് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളിട്ടാ. പിന്നെ നിങ്ങൾ എന്നും വെണ്ടക്കായ വാങ്ങിയിട്ട് ഇതുപോലെ കറി വെക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും ഈസി അല്ലേ. എന്നും നമ്മൾ ഒരേ രീതിയിൽ ആ ഒരു സിമ്പിളായിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഒഴിച്ച് കറി ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ വേറെ കറികളോ ഉപ്പേരിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിതിപ്പം ജസ്റ്റ് റീൽസിന് വേണ്ടി മാത്രം ഓരോ റെസിപ്പി ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കറി മാത്രം മതി, നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മുരിങ്ങാപ്പൂവിൻ്റെ തോരനാണ് കേട്ടോ. മുരിങ്ങയുടെ പൂവിൻ്റെ തോരൻ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ മീൻ മുളകിട്ടതും ബീട്രൂട്ട് ഉപ്പേരിയും മീൻ പൊരിച്ചതും ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വെണ്ടക്കായുടെ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള ഈസി ആയിട്ടും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ HSTM എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു ഈസി റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.